അപ്പോൾ എല്ലാവർക്കും ഉത്തരം വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്കൊരു വെറൈറ്റി കേക്ക് തയ്യാറാക്കിയാലോ? ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് നമ്മളൊന്ന് തയ്യാറാക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കാരമൽ സിറപ്പ് തയ്യാറാക്കാം. കാരമൽ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാതെ തന്നെ നമുക്ക് ഷുഗർ നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരാൻ തുടങ്ങുമ്പോഴത്തേനും ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നതോളം വരെ നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേ ഇതിൻ്റെ ആവി മുഖത്തോട്ട് തീർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈന്തപ്പഴം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലൊരു കേക്ക് തയ്യാറാക്കി നോക്കാൻ മറക്കല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കേക്കിനായിട്ട് നമുക്ക് എപ്പോഴും കടയിലോട്ട് ഓടേണ്ട വരില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്കിനുള്ള ടിന്ന് റെഡിയാക്കി എടുക്കാം. ഒരു അല്പം ബട്ടർ തേച്ചതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം മാവ് തൂളി കൊടുത്താൽ മതി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കാം. പിന്നെ ബ്രൗൺ ഷുഗറാണ് ഞാനിവിടെ ചേർക്കുന്നത്. വേണമെന്നില്ല, വൈറ്റ് ഷുഗർ ചേർത്താലും മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. നമുക്കിനി ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ കാരമലിൽ കുക്ക് ചെയ്തെടുത്ത ഈന്തപ്പഴമില്ലേ അത് ചേർക്കാം. ഈന്തപ്പഴം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരുന്നത്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഓൾറെഡി അരിച്ചെടുത്തതായിരുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും ചേർക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ജിഞ്ചർ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. പക്ഷേ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വരുകയും വേണം. കേക്ക് ബട്ടർ നല്ല തിക്കായിരിക്കണം. ഒത്തിരി തിക്കായാൽ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ബദാമും കശുവണ്ടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോഴും ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ആട്ടോ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മുടെ സാധാ ഫ്രൈ പാനിൽ പോലും നമുക്കിപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. എയർ ബബിൾസ് പോകാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്താലും മതി. നമുക്ക് കേക്ക് ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചെടുത്താലോ? കുറച്ച് കശുവണ്ടി വെച്ചാണ് ഞാൻ അലങ്കരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയോ റേസിൻസോ എന്ത് വേണേലും മേളിൽ ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്ത അലുമിനിയം പാത്രത്തിനുള്ളിലേക്ക് ഒരു റിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കാം. കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, 2 സൈഡിലും മുട്ടി കൈ കൊള്ളാതെ നോക്കണം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് നല്ലതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം. അന്നേരം ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം.
ഇനി ഇത് പുറത്തെടുത്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. മിനിമം ഒരു 35 മിനിറ്റെങ്കിലും കഴിയാതെ കേക്കിൻ്റെ അടപ്പ് നമ്മൾ തുറന്ന് നോക്കല്ലേ. അങ്ങനെ തുറന്ന് നോക്കുവാണെങ്കിൽ കേക്കിൻ്റെ മേൽഭാഗമില്ലേ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും. ഒരു 45 മിനിറ്റ് ആയപ്പോൾ എനിക്ക് കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷമില്ലേ നമുക്ക് കേക്കിനെ നിന്നും ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒരു നൈഫ് വെച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് കേക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്കിനി ഈ ബട്ടർ പേപ്പർ മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ദിവസമെങ്കിലും വച്ചതിന് ശേഷം കഴിക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും. പിന്നെ നിങ്ങൾക്കറിയാലോ, ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് അന്ന് തന്നെ തീർത്തു. ഇത് നോക്കിയാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ.